ആരാണ് അറിവിന് നേരെ അസൂയാലുക്കൾ? അറിവിൻ്റെ കവാടം മനഃപൂർവ്വം അടച്ചു കളയാത്ത ജിജ്ഞാസുവാണ് അസൂയയില്ലാത്തവർ. അനുഭവമില്ലാത്തവർ താൻ ഏതോ ഒന്നാണ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്നു. എന്നാൽ അതിന് ഒരൊറ്റ വ്യക്തമായ പ്രമാണമോ യുക്തിയോ അനുഭവമോ കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല താനും. അല്പജ്ഞാനത്തിൽ ഉറച്ചുനിന്ന് പ്രഖ്യാപനങ്ങൾ നടത്തുകയും പ്രക്രിയാക്രമങ്ങളെ മുൻനിർത്തി മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നവരാണ് അറിവിൻ്റെ നേരെ അസൂയുള്ളവർ. ഇത്തരത്തിൽ അസൂയാലുക്കളോട് ബ്രഹ്മചർച്ച നടത്താൻ പാടില്ലെന്ന് ഭഗവാൻ ഗീതയിൽ ആവർത്തിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മം പരമമായി അനുഭവിച്ചറിയേണ്ട സത്യവസ്തുവാണ്. അനുഭവത്തിൽ മാത്രം വ്യക്തമായി തെളിയുന്നതായതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം അത്യന്തം രഹസ്യപൂർണവുമാണ്. അനുഭവസമ്പന്നനായ ഗുരുവിൽ നിന്നും സിദ്ധാന്തപരമായി വസ്തു ഗ്രഹിച്ച ശേഷം യുക്തിവിചാരം ചെയ്ത് സ്വയം യോഗം ചെയ്ത് പരിശീലിച്ചു വേണം ആ സത്യം അനുഭവിക്കുവാൻ. അറിവിൻ്റെ നേരെ തടസ്സം സൃഷ്ടിക്കാത്ത തുറന്ന മനസ്സുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാകൂ. അങ്ങനെ അന്ധവിശ്വാസങ്ങളില്ലാത്ത ആർക്കും ആ സത്യത്തെ അറിഞ്ഞ് അനുഭവിച്ച് എല്ലാ ദുഃഖത്തിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നതാണ്. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ തൻ്റെ ശ്രീമദ് ഭഗവത്ഗീത വിശ്വരൂപ ദർശനം എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതാണ്.